ഈ കലിയുഗത്തില് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാനും നമ്മുടെ ബുദ്ധിയെ ശരിയായി പ്രവർത്തിപ്പിക്കാനും അതിനെ ഈശ്വരീയതയിലേക്ക് ഈശ്വരനിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള ഏക മാർഗം നാമസങ്കീർത്തനാണെന്ന് നമുക്ക് എല്ലാ ആചാര്യന്മാരും പഠിപ്പിച്ചു തരുന്നു. നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും ഈശ്വരന്റെ ദയയല്ലേ, ഈശ്വരന്റെ കാരുണ്യല്ലേ. രാവിലെ ഉറക്കം ഉണർന്ന് കണ്ണ് തുറക്കുമ്പോ ആ ബോധം നമുക്ക് ലഭിക്കുന്നു. അതാരാണ് നമുക്ക് നൽകുന്നത്? ആ ബോധം തന്നെ ഈശ്വരനല്ലേ. അപ്പോ ആ ബോധത്തിലേക്ക് വരുമ്പോ നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഇന്നത്തെ ദിവസമാണ് നമ്മുടെ അവസാന ദിവസമെങ്കിലോ? ആ ചിന്ത നമ്മുടെ കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണ ബോധത്തോടെ ചെയ്യാനായിട്ട് നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈശ്വരനോട് ഭയഭക്തി ബഹുമാനം മാത്രമല്ല ഉണ്ടാവേണ്ടത്, ഈശ്വരനോട് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് സ്നേഹാണ്, പരമപ്രേമാണ്. ഈ സ്നേഹം തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. സഹജീവികളോട് ദയ, കാരുണ്യം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ്. അതെപ്പോഴാണോ നമ്മൾ തിരിച്ചറിയുന്നത്, അപ്പോ നമുക്ക് ഭഗവാനോട് ആ പ്രേമ വാത്സല്യം ജനിക്കുന്നു. ആ പ്രേമ വാത്സല്യം കൊണ്ട് മാത്രമേ നമുക്ക് നാമം ജപിക്കാനുള്ള തോന്നലുണ്ടാവുള്ളൂ. എപ്പോഴാണോ നിങ്ങൾ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങള് ജപിക്കാൻ തുടങ്ങുന്നത്, ഭഗവാന്റെ ഗുണകീർത്തികള് കേൾക്കാൻ തുടങ്ങുന്നത്, അപ്പോ നിങ്ങളുടെ പ്രയാണം ഭഗവാനിലേക്കുള്ളത് അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ നല്ല തോന്നലുകൾ ജനിക്കാനും ഭഗവാന്റെ കൃപാകടാക്ഷം വേണം. അതുകൊണ്ട് ആ മൂഢബുദ്ധിയുള്ള അവിവേകികൾക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം, അവർക്ക് നല്ല തോന്നല് ഭഗവാൻ ജനിപ്പിക്കട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ.